നമസ്കാരം. വർക്കല തീർത്ഥാടന നഗരിയിൽ നിന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ഒരു കൂട്ടം ചെറുപ്പക്കാരെ കാര്യം ശ്രദ്ധിച്ചത്. ഇവർ സിവിൽ ഡിഫൻസ് എന്ന ഒരു ടീമാണ്. ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് ഒരു സർവീസായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവർ പലരും പല സ്ഥലങ്ങളിൽ വന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് ചേട്ടാ നിങ്ങൾ ഇതിലേക്ക് വന്നത്, സിവിൽ ഡിഫൻസിലേക്ക് വന്നത് എങ്ങനെയാണ്? ഇതൊരു സന്നദ്ധ സേവനമാണ്. ഫയർഫോഴ്സിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സേവന സംഘമാണ്. അപ്പോൾ ഫയർഫോഴ്സിൽ നിന്ന് എല്ലാ വർഷവും നമുക്കിത് കണക്ക് അറിയിപ്പുണ്ടാവും. നിങ്ങൾക്ക് സന്നദ്ധ സേവനയിലേക്ക് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അവിടെ പോകണം. അവിടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്ത് അവർ സെലക്ട് ചെയ്യുന്നതനുസരിച്ചാണ്. അതിനുശേഷം സെലക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജില്ലാതല ട്രെയിനിങ്, സബ് ജില്ലാ ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട്. കൂടാതെ നമുക്ക് ഒട്ടനവധി ട്രെയിനിങ്ങുകൾ കിട്ടാറുണ്ട്. കാരണം ഒരു അപകട മേഖല എങ്ങനെ കൈകാര്യം ചെയ്യണം, കൂടാതെ നമുക്ക് ഈ എക്യുപ്മെൻറ്റ്സൊക്കെ എങ്ങനെ പരിചയപ്പെടാം, അതൊക്കെ ഒരുപാട് ട്രെയിനിങ്ങുകൾ കിട്ടാറുണ്ട്. കൂടാതെ നമുക്ക് എല്ലാ മേഖലകളിലേക്കും ചെന്ന് പ്രവർത്തിക്കാൻ, അതായത് നമുക്കിപ്പം കൂടുതൽ പരിധിയിൽ എല്ലാവരും വന്നേക്കുന്നത് തന്നെ സന്നദ്ധ സേവനമായ ഒരു മനസ്സോടു കൂടിയാണ്. ഇതിൽ നമുക്ക് ശമ്പളം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരാളെ സഹായിക്കാൻ പറ്റുക. കൂടാതെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സിനെ സഹായിക്കുക എന്നുള്ളത്. പലപ്പോഴും ഒരു പരാതി വരാറുണ്ട്, ഫയർഫോഴ്സ് എത്തുമ്പോഴത്തേക്ക് തീ അണഞ്ഞു പോയി, അല്ലെങ്കിൽ അവരെത്തുമ്പോൾ എല്ലാം കത്തിത്തീർന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ അതാത് പല സ്ഥലങ്ങളിലുള്ളവരാകുമ്പോൾ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് അവിടേക്ക് എത്താനുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കുക. അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് അവരെ അറിയിക്കുക. അവർ നമ്മളെ പെട്ടെന്ന് അതാത് സ്ഥലങ്ങളിലുള്ള നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ എത്തുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ പെട്ടെന്ന് ആ റൂട്ട് മാപ്പ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. അവരെന്തായാലും അവിടുന്ന് വർക്കലയിൽ നിന്ന് ഓടിയെത്താൻ 10-15 മിനിറ്റ് അവിടത്തേക്ക് എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മളവിടെ ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മളുടെ ജോലിയായിട്ടുള്ളത്. നിങ്ങളൊക്കെ എവിടെയുള്ള എന്തൊക്കെ ചെയ്യുന്നത്? ഞാൻ ജോലി ചെയ്യാണ്. ഡിഗ്രി വർക്കല നിങ്ങൾക്ക് എന്തെല്ലാം ട്രെയിനിങ് തരുന്നത്? സാനിറ്റൈസിംഗ് ഉണ്ട്, റോപ്പ് ഉണ്ട്, പിന്നെ ഫ്ലഡ് ആൻഡ് മിറ്റിഗേഷൻ എന്ന് പറയും. നമ്മുടെ റാഫ്റ്റ് മറ്റേ വെള്ളമൊക്കെ ഉണ്ടാക്കത്തില്ലേ, അത് സംഭവം. പിന്നെ എയർ ലിഫ്റ്റിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കയറ് കെട്ടി ഒരു റോപ്പ്, സിംഗിൾ റോപ്പും ഉണ്ട്, ഡബിൾ റോപ്പും ഉണ്ട്. സാധാരണ ജനങ്ങൾക്ക് പോകുന്നത് നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലാതെ നമ്മൾ ഒത്തിരി എക്സ്പെർട്ട് ആയിട്ടുള്ളവർക്ക് പോകുന്നതും അങ്ങനെയുണ്ട്. പിന്നെ ബാൻഡേജിങ്, സാധാരണ നമുക്ക് കയ്യോ കാലോ കോടിയുമ്പോഴത്തേക്ക് അങ്ങനെ മുറിവ് പറ്റുമ്പോൾ ഉള്ളത്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അങ്ങനെയുള്ള തീയൊക്കെ അണയ്ക്കാനുള്ള കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് CPR, ചോക്കിങ്, അങ്ങനെയുള്ള കാര്യം. നിങ്ങൾ ഓരോ പോയിന്റിലേക്കാണ് നിൽക്കുന്നത്? എല്ലാവരും ഒരുമിച്ചല്ലോ? അല്ലല്ല, ഓരോ പോയിന്റിലോട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഓരോ പോയിന്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ സമാധി ആയാലും ഫയർഫോഴ്സാണ് നമ്മൾ ഏർപ്പാട് ചെയ്യുന്നത്. നിൽക്കുന്നു. ഇല്ല, ഇതുവരെയായിട്ട് ഇന്നിപ്പോൾ രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. കുഴപ്പമില്ല, ഇതുവരെയായിട്ടൊന്നും കേസുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തവണയായിരുന്നു നമ്മൾ ഒരുപാട് റെസ്ക്യൂ ചെയ്തായിരുന്നു. 32ഓളം കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കാർ ഒരുപാട് ഒരു കുഴഞ്ഞു വീഴുന്നവരുണ്ട്, ആക്സിഡൻറ്റ് പറ്റിയവരുണ്ട്. അവരൊക്കെ നമ്മളാണ് ആംബുലൻസിൽ ഇതാക്കി ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഏതായാലും ഇതൊരു സന്നദ്ധ സേവനം, ഒരു സേവനമായിട്ടാണ് ഈ ചെറുപ്പക്കാർ ചെയ്യുന്നത്. അതൊരു എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. ഏതായാലും ഇതൊരു സേവനമാണ്. ഇത് ഇവരുടെ മനസ്സാലെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു തീർത്ഥാടനത്തിലേക്ക് അവർ ചെയ്യുന്ന സേവനം കൂടിയാണ്. അതിനാണ് ഞാനൊരു അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഈ ചെറുപ്പക്കാരുടെ പ്രവർത്തനമൊക്കെ ബാക്കിയുള്ള കുട്ടികൾക്ക് കൂടി മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.